കൂട്ടുകാരെ, നമ്മളിൽ എത്ര പേര് അമ്മയുടെ അടുത്ത് ഓപ്പണായി സംസാരിക്കുന്നത് പോലെ അച്ഛന്റെ അടുത്ത് ഓപ്പണായി സംസാരിക്കാറുണ്ട്? ഇത് നമ്മുടെ ഗ്രഗിന്റെ കഥയാണ്. അവൻ അച്ഛന്റെ അടുത്ത് അത്ര ക്ലോസ് അല്ല, എന്നാ അച്ഛനോട് അവന് ഇഷ്ടമൊക്കെയാണ്. അച്ഛനാണെങ്കിൽ ഇവനെ പറ്റി ഓവർ എക്സ്പെക്ടേഷൻ ആണ്. ഇവനാണെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാറുമില്ല. നമ്മുടെ ഗ്രഗിന്റെ ഒരു ലൈഫ് സ്റ്റോറി കേട്ടാലോ? സോ ഹിയർ വി ഗോ ടു ദ മൂവി ദ ഡയറി ഓഫ് വിംബി കിഡ് ദ ലാസ്റ്റ് സ്ട്രോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നൊരു ക്രിസ്മസ് ദിവസമാണ്. കുറെ നേരമായി അവനെ കുളിക്കാൻ വിട്ടിട്ട് ഇതുവരെ ഗ്രഗ് പുറത്തിറങ്ങിയിട്ടില്ല. ഫാമിലി ഫുള്ള് പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി കാറി വന്നിരിക്കുകയാണ്. ക്രിസ്മസ് ദിവസം നമ്മൾ എന്തിനാണ് ഒഫീഷ്യൽ ആയിട്ട് ഡ്രസ് ചെയ്ത് പോകുന്നതെന്നാണ് ഗ്രഗിന്റെ ഏട്ടനായിട്ടുള്ള റോഡ്രിക്ക് ചോദിക്കുന്നത്. ഇവനും ഇരുന്ന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ലേറ്റ് ആയി കഴിഞ്ഞാൽ പള്ളിയിൽ ഇരിക്കാൻ സീറ്റ് കിട്ടത്തില്ല. സ്പീച്ച് കഴിയുന്നതുവരെ കംപ്ലീറ്റ് നിൽക്കേണ്ടി വരും. അങ്ങനെ അവര് ഗ്രഗിനെ വിളിച്ചു. ഗ്രഗ് ആണെങ്കിൽ കണ്ണാടിക്ക് മുന്നില്ല സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ലേറ്റ് ആയി ചടപടേ എന്ന് അവൻ വേഗം ഒരുങ്ങി നേരെ താഴേക്ക് വരും. പക്ഷേ ഒരു കാര്യം നൈസായിട്ട് മറന്നു പോകും. അവൻ കോട്ട് ഇട്ടിട്ടില്ല. അവിടാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പാണ്. പെട്ടെന്ന് പോയി കോട്ടിട്ട് വന്നേന്ന് അമ്മ പറയും. അച്ഛൻ പറഞ്ഞു വേണ്ട, അവനെ വിടണ്ട, ഞാൻ പൊക്കോളാം, അവൻ ലേറ്റ് ആകുമെന്ന്. പക്ഷേ അവനിതൊക്കെ പഠിക്കണ്ടേ എന്ന് പറഞ്ഞ് അമ്മ അവന് വീടിന്റെ ചാവി എടുത്തു കൊടുത്തു. ആദ്യമായിട്ടാണ് നമ്മുടെ കുട്ടി ഗ്രഗ് വീടിനൊരു ചാവിയുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ പോയി അവന് ചാവി ഇട്ടാൽ ലോക്ക് തിരിക്കാൻ പറ്റുന്നില്ല. അച്ഛന്റെ ക്ഷമ നശിക്കുന്നുണ്ട്. അമ്മ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം അത് ലോക്ക് ചെയ്തു. പക്ഷേ അവൻ ആ ചാവി പിന്നീട് ഊരിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവര് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ അന്നേരം അലങ്കോലായി. അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന ടിവിയുടെ ഡിഷ് വരെ അവർ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അച്ഛൻ അങ്ങോട്ട് പോയി. എന്നിട്ട് എന്റെ പൊന്നു ഗ്രഗെ, നീ അങ്ങോട്ട് മാറി നിൽക്ക്, നിനക്ക് കോട്ട് ഞാൻ എടുത്തു തരാന്ന് പറയും. എന്നാലും ലേറ്റ് ആയി കഴിഞ്ഞല്ലോ, ഇരിക്കാൻ സീറ്റ് കിട്ടണ്ടേ? പറപ്പിച്ച് 100-110 അച്ഛൻ ചർച്ചിലേക്ക് വണ്ടി വിടുന്നത്. നോക്കുമ്പോ അവിടെ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. പിന്നെ ഇവരുടെ അയൽവാസിയാണ് ഈ വാറൻ ഫാമിലി. ഇവരെന്ത് ചെയ്താലും അതിന്റെ ഒരു പടി മുകളിൽ എന്ത് കാര്യവും ചെയ്യണമെന്നാണ് അവിടുത്തെ അച്ഛനായിട്ടുള്ള വാറൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ കളിയാക്കാൻ കിട്ടുന്ന സമയമൊന്നും പുള്ളിക്കാരൻ പാഴാക്കാറില്ല. കുറെ നോക്കി അവസാനം അച്ഛനൊരു പാർക്കിംഗ് സ്പേസ് കിട്ടി. ഓടി പള്ളിയിൽ പോണം, ഇരിക്കണം, അതായിരിക്കണം നമ്മുടെ അടുത്ത ലക്ഷ്യം. പക്ഷേ അടുത്ത അക്കിടി പറ്റി. നമ്മുടെ ഗ്രഗിന്റെ പാൻറി നോക്കുമ്പോൾ മാനി കഴിച്ചുകൊണ്ടിരുന്ന ചോക്ലേറ്റിന്റെ അവശിഷ്ടം ഇരിക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ മറ്റെന്തോ പരിപാടി ചെയ്തതുപോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അമ്മ അത് തുടച്ചു വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വാറൻ ഫാമിലി അവിടേക്ക് വരുന്നത്. അയ്യേ, ഇങ്ങനെയാണോ നിങ്ങൾ ചർച്ചിലേക്ക് വരുന്നത് എന്നെല്ലാം പറഞ്ഞ് അവര് കളിയാക്കുവാണ് ഇവരെ. എന്നാ അവന്റെ അച്ഛൻ അത് അവൻ അറിയാതെ ഇരുന്നു പോയതാ, എന്തായാലും ഞങ്ങൾ ഓടിപ്പോയിട്ട് സീറ്റിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് വാറൻ ഫാമിലി അവിടെ പോവാണ്. അവര് പോയിരിക്കട്ടെ, നമുക്ക് ഫ്രണ്ട് വാതിൽ വഴി ഓടിപ്പോവാം, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം എന്ന് പറഞ്ഞ അച്ഛൻ ഇവരെയും കൂട്ടി നേരെ അവിടേക്ക് ഓടിക്കയറി. ചർച്ചിനകത്ത് ഫാദർ സ്പീച്ചിന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ട് ഫാദർ സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് ഫ്രണ്ട് ഡോർ വഴി നമ്മുടെ ഗ്രഗിന്റെ ഫാദർ ഫ്രാങ്ക് അകത്തോട്ട് കയറി വരും. എല്ലാവരും പുള്ളി ഇങ്ങനെ ഒരുമാതിരി നോക്കും. പുള്ളി വേഗമാന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരെയും വിളിച്ചു വരും. നമ്മുടെ ഗ്രഗിന്റെ ഒരു അവസ്ഥ നോക്കി. അവന് കയറാൻ നല്ല മടിയുണ്ടാവും. പക്ഷെ കയറി കഴിഞ്ഞപ്പോ അവൻ ഉടുത്തിരുന്ന തുണി അവിടെ കുടുങ്ങിപ്പോവും. അങ്ങനെ ഡോറിൽ കിടക്കുന്ന തുണി പിടിച്ച് വലിച്ച് അവസാനം അവൻ നേരെ തള്ളിത്തെറിച്ച് അവിടെ എല്ലാവരെയും വീഴ്ത്തി. അവന്റെ പിറകിലുണ്ടായിരുന്നത് എല്ലാവരും കണ്ടു. അങ്ങനെ എല്ലാവരും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ആകെ മൊത്തം നാണക്കേടായിട്ട് റോഡ്രിക്ക് ഞാൻ പോവാണേ എന്ന് പറഞ്ഞു പോയി. നാണം കെട്ട അച്ഛൻ ഇവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. പുള്ളി ആകെ നിരാശയിലാണ്. ക്രിസ്മസിന്റെ ആ ഒരു മൂഡ് തന്നെ പോയി കിട്ടിയെന്നെല്ലാം പുള്ളി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങള് ഇങ്ങനെ വിഷമിക്കാനായിട്ട് എന്തുണ്ടായി ഇവിടെ? അവനൊരു 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവന്റെ അടുത്ത് നിന്ന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അവൻ വലിയ ആളൊന്നും ആയിട്ടില്ലല്ലോ. എന്നാലും അവന് ഒരു വീടിന്റെ ചാവി പോലും തിരിക്കാൻ അറിയില്ലെന്ന് പറയുമ്പോ ശരിക്കും ഞാൻ അവനെ വളർത്തിയിട്ടില്ലേ, ഞാൻ നല്ലൊരു അച്ഛനല്ലേ എന്നൊക്കെ എനിക്ക് തോന്നുന്നേ. അയ്യേ, നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനും അവന്റെ ഫ്രണ്ട് റൗളിയും കൂടിയിട്ടേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്നോ റിമൂവല്. നിങ്ങൾക്ക് അറിയോ അത് എന്ന് ചോദിച്ച അമ്മ പോവാണ്. അടുത്ത വള്ളിക്കെട്ടാവോ എന്നാണ് അച്ഛന് പേടി. നല്ല വിന്റർ സീസൺ ആയതുകൊണ്ടേ എല്ലാവരുടെ വീടിന്റെ പുറത്തും ഉടുക്കത്തെ സ്നോ വീഴ്ചയാണ്. ഗ്രഗും റൗളിയും ആ സാഹചര്യം മുതലെടുത്തിട്ട് അത് ഫുള്ള് ക്ലീൻ ചെയ്ത് പൈസ ഉണ്ടാക്കാന്നാ വിചാരിക്കുന്നത്. പക്ഷെ റൗളിക്ക് ഇത് വലിയ താല്പര്യമൊന്നുമില്ല. അവനവന്റെ അച്ഛന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകണം. പിന്നെ ഈ വെക്കേഷൻ അവനൊരു ക്യാമ്പിങ്ങിന് പോണ കാര്യമൊക്കെ നമ്മുടെ ഗ്രഗിന്റെ അടുത്ത് പറയുന്നുണ്ട്. ആ പോകുന്ന വഴിക്കാണ് ഇവരുടെ കൂട്ടുകാരൻ ഒരുത്തനുണ്ട്, ഒരു സ്പൂക്കി ഫ്രണ്ട്. അവൻ ഇവരെ പേടിപ്പിക്കും. പക്ഷെ അവര് മുന്നോട്ട് കിടക്കും. നമ്മുടെ റൗളി പറയാണ്, ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ട് കുറെ ബാഡ്ജൊക്കെ കിട്ടിയിട്ട് എനിക്കുണ്ടല്ലോ അതിലെ എലൈറ്റ് ആവാനാ താല്പര്യമെന്ന്.
പക്ഷേ അയ്യേ അതൊക്കെ എന്താ ഓൺലൈനിലും കിട്ടും എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഗ്രഗ് അവനെ താഴ്ത്തി കെട്ടി. ദേ ആ അമ്മൂമ്മയുടെ വീട്ടിലെ ഇപ്പൊ എന്തായാലും മഞ്ഞ് വൃത്തിയാക്കി കൊടുക്കാൻ ആൾക്കാർ വേണം, നമുക്ക് ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൂടെ? ദേ അമ്മൂമ്മേ, ഞങ്ങള് നിങ്ങളുടെ വീട്ടിലെ സ്നോ വൃത്തിയാക്കി തരാമെന്ന് അവര് പറയാണ്. ആ അമ്മൂമ്മയുടെ പട്ടിക്കുട്ടിക്ക് ഇവര് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എന്തായാലും ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ നല്ല വൃത്തിയായി തന്നെ വയ്ക്കണം, അതിനൊന്നും ഒരു കേടുപാട് സംഭവിക്കരുതെന്ന് അമ്മൂമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ സ്നോ വൃത്തിയാക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, പക്ഷെ അതാണെ കേടുവന്ന് കിടക്കുക. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ഗ്രഗ് റൗളിയുടെ അടുത്ത് നിനക്ക് ഇത് ശരിയാക്കി കഴിഞ്ഞാൽ ഞാൻ ശമ്പളം കൂട്ടിത്തരാന്ന് പറയുമ്പോ നമ്മൾ പാർട്ട്നേഴ്സാ, നീ മുതലാളി ഞാൻ തൊഴിലാളിയാണെങ്കിൽ ഞാൻ ജോലിക്കില്ല, ഞാൻ അച്ഛന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പോകാന്ന് പറഞ്ഞ് റൗളി അവിടുന്ന് പോകും. പിന്നെ നമ്മുടെ ഗ്രഗിന് മറ്റൊരു വഴിയില്ല, അവരിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ അവൻ തനിച്ച് ആ മെഷീൻ റെഡിയാക്കാൻ വേണ്ടി തീരുമാനിക്കും. അവസാനം അവനത് റെഡിയാക്കുകയും ചെയ്യും. ഇനി ഇത് വെച്ച് സ്നോ എന്തായാലും റിമൂവ് ചെയ്യാന്ന് പറഞ്ഞ് അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് സ്ലോ ആണല്ലോ, ഇതൊന്ന് ഫാസ്റ്റ് ആക്കണമെന്നും പറഞ്ഞ് അവൻ അതിന്റെ ഗിയർ അങ്ങോട്ട് പിടിച്ച് തിരിക്കും. പിന്നെ പറയണോ, അവന് കൺട്രോൾ കിട്ടില്ല. മുത്തശ്ശി സെറ്റാക്കി വെച്ചിരുന്ന എല്ലാ ഡെക്കറേഷനും അവൻ അങ്ങോട്ട് നശിപ്പിക്കും. അത് കൂടാതെ ഇതെല്ലാം കണ്ട് മുത്തശ്ശിയുടെ പട്ടിക്കുട്ടി പുറത്തോട്ട് വരും. പട്ടിക്കുട്ടി അവന്റെ ചന്തിക്ക് അടിയും, എന്നിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടെയുള്ള ഫുൾ കാര്യങ്ങൾ അലങ്കോലപ്പെടുത്തി ആ മെഷീനും അവൻ അങ്ങോട്ട് കേടുവരുത്തും. എന്നിട്ട് മുകളിൽ പോയി തെളിത്തെറിച്ച ആ മെഷീൻ താഴെ വന്ന് നമ്മുടെ പട്ടിക്കുട്ടിയുടെ മേളിൽ വീഴുമ്പോഴേക്ക് എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഗ്രഗ് അതിനെ പോയി രക്ഷപ്പെടുത്തും. ഈ സമയത്താണ് അവന്റെ ഡാഡി അവിടെ വരുന്നത്. കാരണം ഇവൻ അവിടെ പോയി എന്തെങ്കിലും വള്ളിക്കെട്ട് ഒപ്പിക്കൊന്ന് പുള്ളിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഫ്രാങ്ക് വന്നിട്ട് ഇതെല്ലാം റെഡിയാക്കി കൊടുക്കാന്ന് പറയും. അതിന്റെ ഇടയ്ക്ക് ഒരു നട്ട് മിസ്സിംഗ് ആയിരിക്കും. ഇവനെ നല്ലോണം പുള്ളി ചീത്ത പറയുന്നുണ്ട്. ആ നട്ട് കണ്ടുപിടിക്കുന്നതിന്റെ ഇടയ്ക്ക് വേറൊരാള് അവിടേക്ക് വരും. അവന്റെ പേരായിരുന്നു ഫെൻവുഡ്. ഈ ഫെൻവുഡ് ഇവരുടെ പണ്ടത്തെ ഒരു അയൽവാസിയാണ്. പുള്ളി വന്ന് ഈ നെട്ടൊക്കെ എടുത്തു കൊടുക്കും. അയൽവാസി എന്ന് പറഞ്ഞാൽ പോലെ കുഞ്ഞായിരിക്കുമ്പോ ഫെൻവുഡ് ഇവരുടെ വീട്ടുകാരെ ഫുള്ള് ശല്യം ചെയ്യുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഫെൻവുഡിനെ കാണാതാവും. പിന്നീട് ഇപ്പോഴാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഫെൻവുഡിന്റെ അടുത്ത് അച്ഛൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളി പറയും, ഞാൻ സ്പാഗ് യൂണിയനിലായിരുന്നു, ഞാൻ പൗരത്വബോധമുള്ള ഒരു മനുഷ്യനായി മാറിയെന്ന്. സ്പാഗ് യൂണിയൻ, അച്ഛന്റെ ഉള്ളിൽ സ്ട്രൈക്ക് അടിച്ചു. അപ്പോ എന്റെ മോനെയും അവിടെ ചേർത്താലോ എന്ന് പുള്ളി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഫെൻവുഡ് അക്കാര്യവും പറയും, അവൻ നന്നാവും അവിടെ പോയാന്ന്. പക്ഷെ അവനാകെ പേടിയാവും. കാരണം ഈ സ്പാഗ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു ആർമി സ്കൂൾ ടൈപ്പാണ്. അവിടെ പോയിട്ടുള്ള എല്ലാ കൊച്ചുങ്ങളെയും അവർ കറക്റ്റ് അച്ചടക്കം പഠിപ്പിക്കും, ഫിസിക്കലി ഫിറ്റ് ആക്കും, മെന്റലി സ്ട്രോങ് ആക്കും. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴേക്ക് ആ കുട്ടി ഒരു ഫുൾ പാക്കേജ് ആയി മാറിയിട്ടുണ്ടാവും. പക്ഷേ അതിനനുസരിച്ച് അവിടെ പണിയെടുക്കണം. ഇത് കണ്ട് നമ്മുടെ ഗ്രഗിന് ആകെ ടെൻഷൻ ആയിരിക്കാണ്. എനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവിടെ പോകണ്ട, ഒടുക്കത്തെ പൈസയാണോ അവിടെ എന്നെല്ലാം പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കും. പക്ഷെ അച്ഛൻ പറയും, കുട്ടികളെ പഠിപ്പിക്കുകയല്ലേ വേണ്ടേ, അതിനു വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ ചെലവാക്കിയാലെന്താ, ഇവന്റെ സ്വഭാവം നന്നാവും, ഇവൻ പൗരത്വ ബോധമുള്ളവനാവും. എന്നാ പിന്നെ ചേട്ടനെ ആദ്യം വിടുന്ന് ഗ്രഗ് പറയും. അയ്യേ അവനെയൊക്കെ ഇനി നന്നാക്കാൻ പറ്റില്ല, അവൻ അങ്ങനെ ആയി പോയി. അത് പിന്നെ അച്ഛ എനിക്ക് ഈ വെക്കേഷൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഞാനൊരു ക്യാമ്പിന് പോവാന്ന് വിചാരിക്കുന്നുണ്ട്, വുഡ് ചിപ്പേഴ്സ്. അപ്പൊ അമ്മ പറയും, നിന്റെ അച്ഛൻ മോനെ അതിലുണ്ടായിരുന്നല്ലോ, എന്നാ പിന്നെ സുഖമല്ലേ അച്ഛൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാ, ഞാൻ ആ ക്യാമ്പിൽ പോകാൻ വിചാരിക്കുന്നുണ്ട്, എനിക്ക് അവിടെ എലൈറ്റ് ആവണം. മോനെ എലൈറ്റ് ആവാനായിട്ട് ഒരുപാട് ബാഡ്ജുകളൊക്കെ കിട്ടണം, നിനക്കത് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛൻ ചോദിക്കുമ്പോ അവൻ പറയും, അതൊക്കെ കിട്ടും, അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടോളാം, അച്ഛൻ എന്നെ മെന്റർ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും അടുത്ത വീക്കെൻഡില് അച്ഛൻ അവനെയും കൊണ്ട് ക്യാമ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ പോയി. ഇവരുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു കാർവിംഗ് ആയിരുന്നു അവിടെ പഠിപ്പിച്ചത്, അതായത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാ എളുപ്പപ്പണിക്ക് സോപ്പിലാണ് നമ്മുടെ ഗ്രഗ് കാർവ് ചെയ്യുന്നത്. അച്ഛനെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന മാസ്റ്റർ പറഞ്ഞു, എടാ ഫ്രാങ്ക്, നീ പോയിട്ട് നിന്നെ കണ്ടേയില്ലല്ലോ, നിന്റെ മോനെയും കൂട്ടി നീ ഇങ്ങോട്ട് വന്നു. എന്റെ മോനിവിടെ എലൈറ്റ് ഒക്കെ ആവാനാ ആഗ്രഹം. എലൈറ്റ് ആവാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റത്തില്ല. അതെ, ഈ കാണുന്ന ഫുൾ ബാഡ്ജുകൾ കിട്ടിയ ഒരാൾക്കാണ് വുഡ് സ്റ്റെക്കർ എലൈറ്റ് ആവാനായിട്ട് സാധിക്കുള്ളൂ പുള്ളി പറയാണ്. അപ്പൊ അത്രയും ബാഡ്ജുകൾ ഉണ്ടാക്കണം. ഒരു ബുക്ക് തരാം, ഇതിനകത്തുള്ള ആക്ടിവിറ്റി എല്ലാം ചെയ്ത് നീ തന്നെ ഇവനെ മെന്റർ ചെയ്തോ, നിന്റെ ഓരോ സൈനും അവനോരോ ബാഡ്ജ് കൊടുക്കാമെന്ന് പറയും. അങ്ങനെ അച്ഛനാണ് ഇപ്പൊ അവന്റെ മെന്റർ. ആദ്യം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ബാഡ്ജ് കിട്ടാൻ വേണ്ടി ഇവനെയും കൂട്ടി അച്ഛൻ നേരെ സ്പോർട്സിലേക്ക് പോകും. അങ്ങനെ അവിടേക്ക് പോയിട്ട് പുള്ളി എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഇവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ അന്നേരം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു ബുദ്ധിയാണല്ലോ, അവന് താല്പര്യമൊന്നുമില്ല. അപ്പോഴാണ് വാരൻ ഫാമിലി അവിടെ വരുന്നത്. വാരൻ വന്നിട്ട് എന്റെ മോന് സ്പോർട്സാ ഇഷ്ടം, അവനെ ഞാൻ സോക്കറാണ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. എന്റെ മോനെ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കുകയാണ്, അല്ല നമുക്ക് ജിമ്മിൽ പോയാലോ എന്ന് അന്നേരം നമ്മുടെ ഗ്രഗ് ചോദിക്കും. ജിമ്മെങ്കിൽ ജിമ്മ്. കുറച്ചു നേരം അച്ഛൻ അങ്ങോട്ട് മാറി നിന്നതേ ഉള്ളൂ. ഗ്രഗ് അവിടെ തനിച്ചായ സമയത്ത് ഒരാളിങ്ങനെ
വെയിറ്റ് എടുത്ത് പൊക്കുന്നുണ്ട്. ഇയാള് കഷ്ടപ്പെടുവാണല്ലോ എന്ന് പറഞ്ഞ ഒരു സൈഡിലെ വെയിറ്റ് അങ്ങനെ അവൻ ഊരി. അത് ബാലൻസ് പോയി ആകെ മൊത്തം കച്ചറയായി. അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ കുട്ടിച്ചോറാക്കി നമ്മുടെ ഗ്രഗ് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് സ്കൂളിൽ എല്ലാവരും ഇത് അറിഞ്ഞു. എല്ലാവരും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പാറ്റി ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. പാറ്റിയായിട്ട് നമ്മുടെ ഗ്രഗിന് ഒരു പഴയ കാലമുണ്ട്, അതേപറ്റി പറയാം. ഇവിടെ പണ്ട് ക്ലാസ് ലീഡർ ആയിരുന്ന സമയത്ത് ഗ്രഗിനൊന്ന് മുള്ളാൻ മുട്ടും. അവള് സമ്മതിക്കില്ല, അവൻ ക്ലാസ്സിൽ മുള്ളും. ഇതിന്റെ പ്രതികാരമായിട്ട് ഡ്രാമ കളിക്കുമ്പോൾ അവളുടെ തലയിലേക്ക് അവനൊരു ആപ്പിൾ എടുത്തെറിയും. പിന്നെ പ്രിൻസിപ്പൽ ഇവരൊക്കെ ചീത്തയൊക്കെ പറയും, എന്നാലും പ്രതികാരം വീട്ടി. അവള് വോട്ട് ചോദിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ റൗളിയുടെയും ഗ്രഗിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അന്നേരം അവന് വേറൊരു കുരുട്ട് ബുദ്ധിയാവും. ഈ വോട്ടൊക്കെ കിട്ടി ഇവള് ജയിച്ചു കഴിഞ്ഞ ഇവള് സ്റ്റുഡന്റ് കൗൺസിലിൽ കയറും. അപ്പോ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റുഡന്റ് കൗൺസിലിൽ കയറും, അങ്ങനെ ഒരു ബാഡ്ജ് കിട്ടും. അവൻ എന്ത് ചെയ്യും, വീട്ടിൽ പോയി പറയും ഞാൻ സ്കൂളിൽ സ്റ്റുഡന്റ് കൗൺസിലിൽ കയറാനായിട്ട് ഇലക്ഷന് നിൽക്കുന്നുണ്ടെന്ന്, ഞാനും മുന്നേ അതിലുണ്ടായിരുന്നെന്നും പറഞ്ഞ് അച്ഛൻ പുള്ളിയുടെ പണ്ടത്തെ ഒരു പോസ്റ്റർ എല്ലാം എടുത്തോണ്ട് കാണിക്കും. മോനെ നീ ഇതുപോലെ പോസ്റ്റർ ഡിസൈൻ ചെയ്യും, നിനക്ക് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ വോട്ട് ചെയ്യില്ല, ഞാൻ എന്നാലും നോക്കിക്കോളാം എന്ന് അച്ഛൻ്റെ അടുത്ത് അവൻ പറയും. പക്ഷേ അവന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ഇവൻ വോട്ട് ചോദിക്കില്ല, പകരം പാറ്റിക്ക് വോട്ട് ചെയ്യരുത് എന്ന് എല്ലാവരുടെ അടുത്തും പറയും. അതിനുവേണ്ടി അവൻ പോസ്റ്റർ റെഡിയാക്കി അവിടെയൊക്കെ ഒട്ടിക്കും. റൗളിക്ക് ഇത് ആലോചിച്ച് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ ഒട്ടിക്കുന്നത് ഇല്ലീഗലാണ്, കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനെ ഇവരെ ഒട്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് അവിടുത്തെ PT സാറ് ഇവനെ കയ്യോടെ അങ്ങ് പൊക്കും, അതും പാറ്റി പറഞ്ഞു കൊടുത്തിട്ട്. അങ്ങനെ ചെയ്യുന്നത് തെറ്റായതുകൊണ്ട് നമ്മുടെ ഗ്രഗിന് ഡിറ്റൻഷന് വിടും. അങ്ങനെ ഡിറ്റൻഷനിൽ ആദ്യമായിട്ട് നമ്മുടെ ഗ്രഗും എത്തിപ്പെട്ടിരിക്കുകയാണ്. അവിടെയുള്ള പിള്ളേരൊക്കെ തന്നെ തനി ഗുണ്ട സ്റ്റൈലാണ്. നമ്മുടെ ഗ്രഗാണ് കൂട്ടത്തിൽ ഇച്ചിരി മെച്ചം. അവിടെ വെച്ചാണ് അവൻ റിക്കിയെ പരിചയപ്പെടുന്നത്. റിക്കി അവന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും, എങ്ങനെ അവൻ ഇവിടെ എത്തിയേ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയും. അതൊരു പൊളിറ്റിക്കൽ കേസാണെന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രഗ് അത് തള്ളിവിടും. അങ്ങനെ ചോദിച്ച് പറയുന്നതിന്റെ ഇടയ്ക്ക് ഗ്രഗ് അവന്റെ അച്ഛനും അവനും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, അതായത് അച്ഛന്റെ മുന്നിൽ കഴിവ് തെളിയിക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെടുന്ന ആ ഒരു കാര്യമൊക്കെ അവൻ പറയും. അതാണോ കാര്യം, നിനക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്യാം, ദേ ഈ കാണുന്ന സ്റ്റുഡന്റ് ഓഫ് ദ വീക്ക് സ്റ്റിക്കർ ഇല്ലേ, നീ ഇത് വീട്ടിൽ നിനക്ക് കിട്ടിയതാന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യും. പക്ഷെ ഇത് ചുമ്മാ അങ്ങ് തരത്തില്ല, ഇത് ഒന്നായിട്ടും കിട്ടത്തില്ല, 50 എണ്ണം ഒന്നിച്ചു വാങ്ങണം. പിന്നെ അത് കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിന്റെ 50 ദിവസത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ് അത് നീ എനിക്ക് തരണം, അതാണ് ഇതിനുള്ള കൂലി. ആദ്യമേ വേണ്ടെന്ന് പറയുമെങ്കിലും പിന്നീട് ശരി തന്നേക്കാം, എന്തായാലും എനിക്ക് അച്ഛൻ അപ്പോ സ്റ്റുഡന്റ് കൗൺസിൽ കിട്ടിയെന്നും പറഞ്ഞ് ബാഡ്ജ് തരുമല്ലോ എന്ന് പറയും. അതും വെട്ടിക്കൊണ്ടുപോയി ഞാൻ വലിയ ഡ്രാമ ഇറക്കും, എനിക്കിത് കിട്ടിയതാണ്, ഞാൻ വലിയ റെസ്പോൺസിബിൾ സ്റ്റുഡന്റ് ആണ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അച്ഛനും വലിയ സന്തോഷാവും. ശരിക്കും ബാക്കിയുള്ള സ്റ്റിക്കറുകൾ കാണേണ്ടതായിരുന്നു വീട്ടുകാര്, അവൻ എന്തൊക്കെയോ കാണിച്ചത് മറച്ചു വെച്ചു. എന്തായാലും ആദ്യത്തെ ബാഡ്ജിൽ അച്ഛൻ സൈൻ ചെയ്യാണ്. ആ ബാഡ്ജ് ഇനി ഇവന് കിട്ടിയിരിക്കും. പക്ഷെ അവന് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് വീട്ടിലൊരു നുണ പറയുന്നതിന്റെ, അതായത് വലിയൊരു നുണ പറയുന്നതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത മോന്റെ പ്ലാൻ എന്താ എന്നെല്ലാം അച്ഛൻ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അടുത്ത ബാഡ്ജ് ഏത് വേണമെന്ന്. പിന്നീട് ഇവൻ എന്തെങ്കിലും കഴിവുണ്ടെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞത് തൊട്ട് അച്ഛൻ ഇവന്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കാനായിട്ട് തുടങ്ങി. അതായത് ആ ഒരു ഫാദർ സൺ റിലേഷൻ അങ്ങോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഫ്ലറിഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനോട് കാര്യമായിട്ടൊന്നും സംസാരിക്കാത്ത ഒരു പയ്യനായിരുന്നു അവനെങ്കിൽ ഇപ്പൊ അവൻ അച്ഛന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മോനെ ഇനി മോന്റെ അടുത്ത പരിപാടി എന്താന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അച്ഛാ എനിക്കുണ്ടല്ലോ ഈ വുഡ് ചിപ്പർ എലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സോളോ വുഡ് ക്യാമ്പിങ്ങിലൊക്കെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേടാ, ആ ബാഡ്ജൊക്കെ കിട്ടിയതില് നിനക്ക് എന്തായാലും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ റെസ്പോൺസിബിൾ സോഷ്യൽ മാനാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പട്രോളിങ്ങിന് പോവാ എന്ന് പറഞ്ഞിട്ടൊരു സേഫ്റ്റി പട്രോൾ യൂണിഫോമോ അവൻ കാണിച്ചു കൊടുക്കും. അതവന്റെ ഫ്രണ്ടിന്റെ ആയിരുന്നു. എന്തായാലും നീ അടിപൊളിയായിട്ട് അത് ചെയ്തിട്ട് വാ. എന്താ പ്ലാൻ? അത് കുറച്ച് കുട്ടികളെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആക്കി കൊടുക്കണം. റൗളി എന്റെ കൂടെയുണ്ട്. അതെന്തായാലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നീ അടിപൊളിയായിട്ട് കലക്കി വാ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്യും, വിഷൊക്കെ ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ 6 മണിക്ക് നമ്മുടെ ഗ്രഗ് എണീക്കും. എന്നിട്ട് റൗളിയുടെ അടുത്ത് പോവും, പിള്ളേരെയും കൂട്ടി കൊണ്ടുപോകും. കുറച്ചു ദൂരം, ഏകദേശം 1 കിലോമീറ്റർ ഈ പിള്ളേരെ ഒന്ന് അപ്പുറത്ത് എത്തിച്ചാൽ മതി. ആ പോകുന്ന വഴിയിലാവട്ടെ ഇവർ അതും ഇതും സംസാരിച്ച് അതിലിടയ്ക്ക് അതിലുള്ള ഒരു കൊച്ചിന് മുള്ളാൻ മുട്ടും. എന്നാൽ ഇവരാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല, ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയായെന്നും പറയും. അതിനിടയ്ക്ക് പിള്ളേരെ മറന്ന് ഇവർ രണ്ടുപേരും അങ്ങോട്ട് നടന്നു. പിള്ളേരാണെങ്കിൽ നേരെ അവിടെയുള്ള ഒരു ചെളിക്കുണ്ടി പോയി അങ്ങോട്ട് വീഴും. ആ ചെളിയിലാണെങ്കിൽ നിറയെ പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ അവിടെ നിന്ന് അവരെ പിടിച്ചു കയറ്റിയപ്പോഴേക്കും അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ആ പിള്ളേർ ഓടിപ്പോവും. റൗളി അവരുടെ പിന്നാലെ ഓടിപ്പോവും. അപ്പോഴാണ് ഇവന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്, ഇവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് നോക്കാൻ വേണ്ടി. അച്ഛന്റെ അടുത്ത് ഇതെല്ലാം മറച്ചു പിടിക്കുകയാണ് നമ്മുടെ ഗ്രഗ്.
അങ്ങനെ അച്ഛൻ പോയി കഴിഞ്ഞ് നേരെ നമ്മുടെ ഗ്രഗും റൗളിയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അവിടെ പോയപ്പോ റൗളി വളരെ കഷ്ടപ്പെട്ട് ആ പിള്ളേരെ എങ്ങനെയൊക്കെയോ പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിടിച്ചു വച്ചത് വെറ്റായി കിടക്കുന്ന സിമെന്റില്. പിള്ളേർ അവിടെ കിടന്ന് അർമാദിച്ചു. പിന്നെ പറയണോ, ഇത് അവരുടെ ടീച്ചർ അറിഞ്ഞു, നമ്മുടെ ഗ്രഗിനെ വിളിപ്പിച്ചു, അവന് സസ്പെൻഷൻ കൊടുക്കാൻ പോവാണ്. അവൻ അങ്ങനെ ഒരു ബാഡ്ജ് കിട്ടണ്ട, നിനക്ക് ഒട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ല, നിനക്ക് സേഫ്റ്റി നോക്കാൻ അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് 100 കുറ്റം പറഞ്ഞു. എന്നിട്ട് നിന്റെ വീട്ടിൽ ഇപ്പൊ വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ആകെ പേടിച്ചു. പക്ഷെ അവന്റെ കോട്ടിലുണ്ടായിരുന്ന പേര് അവന്റെ ഫ്രണ്ടിന്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മിസ്സിന് ഇവന്റെ ഒറിജിനൽ പേര് അറിയില്ല എന്നതുകൊണ്ട് മാത്രം എന്നാ നിങ്ങൾ പോയിട്ട് വീട്ടിൽ വിളിച്ചു പറയാമെന്നും പറഞ്ഞ് ആ യൂണിഫോം അവിടെ വലിച്ചെറിഞ്ഞ് അവൻ അങ്ങോട്ട് ഓടിപ്പോകും. കാരണം അവന്റെ വീട്ടിലല്ലല്ലോ വിളിക്കാൻ പോകുന്നത്. തിരിച്ചെത്തിയ ഇവന്റെ അച്ഛൻ അവിടെ മിസ്റ്റർ വോറൻ എങ്ങോട്ടോ പോവാൻ റെഡിയായി നിൽക്കുന്നത് കാണും. പുള്ളി എപ്പോഴും ഇയാൾക്കിട്ട് താങ്ങും. അതുകൊണ്ട് തന്നെ ഗ്രഗിന്റെ അപ്പൻ തിരിച്ചങ്ങോട്ട് താങ്ങുവാണ്. നിങ്ങളുടെ മോൻ ഇങ്ങനെ പന്തും കളിച്ച് നടക്കാൻ, എന്റെ മോനാണെങ്കിൽ ഇപ്പൊ പട്രോളിങ്ങിനൊക്കെ പോയിക്കാം, അവൻ ഇച്ചിരി റെസ്പോൺസിബിൾ ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്താണ് നമ്മുടെ ഗ്രഗ് അവിടേക്ക് വരുന്നത്. ഗ്രഗ് ആണെങ്കിൽ പട്രോളിംഗ് യൂണിഫോം ഒക്കെ അഴിച്ചു വെച്ചാ വരുന്നത്. അവൻ ഓരോന്ന് പറഞ്ഞ് തടി തപ്പി. അപ്പൊ ഫ്രാങ്ക്, അതായത് ഗ്രഗിന്റെ അപ്പൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു ഫുട്ബോൾ ടീമിൽ എന്റെ മോനെ എടുക്കോ, അവന് ആ ഒരു ബാഡ്ജ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോ ഇവന് കളിച്ച് പരിചയമുണ്ടോ എന്ന് അവന്റെ അച്ഛൻ ചോദിക്കുകയാണ്, അതായത് മിസ്റ്റർ വോറൻ ചോദിക്കുകയാണ്. അങ്ങനെ പരിചയമൊന്നുമില്ല, ചെറിയ കുട്ടിയാകുമ്പോ എന്താ ഫുട്ബോൾ കളിച്ചിരുന്നു, നിങ്ങൾ എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നോക്ക്, ചിലപ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടായാലോ. എന്നാ പിന്നെ ക്യാമ്പിന് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ വോറൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇവനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് ഫ്രാങ്ക്, അതായത് ഗ്രഗിന്റെ അച്ഛൻ കൊണ്ടുപോകും. പക്ഷെ അവിടെ പോയിട്ട് ഇവൻ ഈ ഫുട്ബോളിന്റെ ABCD അറിയാത്തത് കൊണ്ട് തന്നെ ഇവനെ കളിക്കാൻ ഇറക്കാൻ അയാൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവന്റെ അച്ഛന് ഭയങ്കര വിഷമാവും. കാരണം ഇവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്നാൽ കൂടുതൽ കളിക്കണം, അല്ലെങ്കിൽ അതിൽ മെച്ചപ്പെടണം, സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. അവൻ കിട്ടിയ സമയത്ത് ഫുള്ള് എനിക്കതൊന്നും ഇഷ്ടമില്ല, ഞാൻ ഗെയിം കളിക്കാൻ പോവാ എന്നെല്ലാം പറഞ്ഞ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഇവന്റെ അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇവനെ പറ്റി വിചാരിച്ചിരുന്ന നല്ല കാര്യങ്ങളൊക്കെ പൊട്ടയാണോ, എനിക്ക് ആകെ തെറ്റിപ്പോയോ, ഇവന് ഇതിനൊന്നും താല്പര്യമില്ലേ, ഇവനെ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ, അങ്ങനെയെല്ലാം ചിന്തിച്ച് പുള്ളിക്ക് ആകെ മൊത്തം വട്ടായി. അങ്ങനെ പുറത്തുനിന്ന് മിസ്റ്റർ വോറനെ കാണുമ്പോൾ, നിങ്ങളുടെ മോൻ അടിപൊളിയായിട്ട് കളിച്ചു, നിങ്ങൾ എന്താ എന്റെ മോനെ കളിക്കാൻ പ്ലേ ഗ്രൗണ്ടിൽ ഇറക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നല്ലോണം കളിക്കുന്ന പിള്ളേരെ ഞാൻ ഗ്രൗണ്ടിൽ ഇറക്കത്തുള്ളൂ, അവരോട് നല്ലോണം കളിക്കാൻ പറയാന്ന് പറഞ്ഞ് അയാള് പോവും. എന്നാ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഗ്രഗിന് വല്ല കൂട്ടമുണ്ടോ? ഇതിൽ ടെൻഷനായ അച്ഛൻ അമ്മയുടെ അടുത്ത് കാര്യം പറയും. ഈ ചെറിയ കാര്യത്തിലൊക്കെ നിങ്ങൾ ടെൻഷൻ ആവാതെ, ഫുട്ബോളിന്റെ യഥാർത്ഥ മാച്ച് വന്നില്ലല്ലോ, അന്നവൻ കളിക്കാൻ ഇറങ്ങും, അവൻ അടിപൊളിയായിട്ട് കളിക്കും, അവൻ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. അമ്മ പറഞ്ഞ ആ കാര്യം ഉൾക്കൊണ്ട ഇവന്റെ അച്ഛനാവട്ടെ ഫൈനൽ മാച്ചിന് ഇവനെ കൊണ്ടുപോകുമ്പോൾ, പൊന്നു മോനെ നീ ഒന്ന് കളിക്കാൻ ഇറങ്ങിയാൽ മതി, നിനക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് അപ്പനുണ്ടാവുകടാ എന്ന് പറഞ്ഞ് പിറകിയിരിക്കും. അതൊന്നും അവനൊരു ടെൻഷനായിരുന്നു. അപ്പോഴാണ് റിക്കി അവിടെ ഉണ്ടായിരുന്നു, പാറ്റി അവിടെ ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും ഇവന്റെ മെയിൻ ശത്രുക്കളാണ്. ഒന്ന് ഡിറ്റൻഷന്റെ കാര്യം അച്ഛനോട് പറയും റിക്കി. പാറ്റി ആണെങ്കിൽ അന്ന് അവൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ പൊട്ടത്തരം ഫുള്ള് പറയും അച്ഛന്റെ അടുത്ത്. അത് കൂടാതെ അവിടെ ഫെൻവുഡും ഉണ്ടായിരുന്നു. ഫെൻവുഡാണ് ആ സ്പാഗ് യൂണിയന്റെ കാര്യം അച്ഛന്റെ അടുത്ത് എടുത്തിട്ട്. അങ്ങനെ കളി തുടങ്ങി ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഗ്രഗിന്റെ ടീമിന് ഫൗള് വരും. അവര് ഫൗള് കളിക്കും. അങ്ങനെ ആളെ മാറ്റാനായിട്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഇടാനായിട്ട് പറയും. നോക്കുമ്പോൾ നമ്മുടെ ഗ്രഗ് മാത്രമാണ് അവിടെ ബാക്കി ഉണ്ടായിരുന്നത്. ഗ്രഗിനെ ഇപ്പൊ ഗോളിയാക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ വോറൻ മനസ്സോടെ തീരുമാനിച്ചിരിക്കുകയാണ്. അവന് പേടിച്ചാണ് പോകുന്നത്. അച്ഛൻ പറയുന്നുണ്ട്, മോനെ അപ്പൻ സപ്പോർട്ട് ചെയ്യണം, അടിപൊളിയായിട്ട് കളിക്കടാ എന്നല്ല. ഇവനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് കണ്ടപ്പോ പെനാൽറ്റി കിക്ക് ഞാനടിക്കാന്ന് പറഞ്ഞ പാറ്റി അങ്ങോട്ട് വരും. ഇടി നീ ചുമ്മാ വാവളവള പറയാതെ നീ അങ്ങോട്ട് പന്തടിച്ചേ എന്ന് പറയാണ് നമ്മുടെ ഗ്രഗ്. എന്തിന്റെ കോൺഫിഡൻസിന്റെ പുറത്താണാവോ. അവള് പന്തെടുത്ത് അടിച്ചതും അത് നേരെ ഗോൾ പോസ്റ്റിൽ തട്ടി മുകളിലേക്ക് പോകും. അത് ഗോളാവില്ല എന്ന് തെറ്റിദ്ധരിച്ച് അവൻ പോയിട്ട് അവിടെ വലിയ ഷോ ഇറക്കുമ്പോഴേക്കും അതങ്ങോട്ട് ഗോളാവും. എല്ലാവരും അവനെ കളിയാക്കും. പക്ഷെ അവന്റെ അച്ഛൻ മാത്രം പറയും, നിന്നോട് കളിക്കാൻ ഇറങ്ങാനല്ലേ അച്ഛൻ പറഞ്ഞുള്ളൂ, മോൻ കളിക്കാൻ ഇറങ്ങി, അത് തന്നെ ഒരു സ്പിരിറ്റ് ആണ്, മോന് ഈ ബാഡ്ജ് ഞാൻ തരുമെന്ന് പറഞ്ഞ്. അങ്ങനെ അച്ഛൻ അവനെ വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഹെൻവുഡ് വരുന്നത്. ഇവനെ സ്പാഗ് യൂണിയനിൽ ചേർക്കുന്നില്ലേ എന്ന്. എന്റെ മോൻ ഇപ്പോഴേ ഗുഡാ, അവനെ അവിടെ ചേർക്കുന്നില്ലെന്ന് അച്ഛൻ പറയും. ആ പോകുന്ന വഴി പാറ്റി വന്ന് ഇലക്ഷൻ ഡേയിലെ കാര്യം അച്ഛനോട് പറയുമ്പോഴേക്ക് ഗ്രഗ് അച്ഛനെ വിളിച്ചോണ്ട് പോകും. അതിന്റെ ഇടയ്ക്ക് റിക്കി വരും. ഡിറ്റൻഷന്റെ കാര്യം പറയുമ്പോഴേക്ക് ഗ്രഗ് അവിടെ നിന്നും അച്ഛനെ വിളിച്ചോണ്ട് പോകും. ആ പോകുന്ന വഴിക്ക് അന്നത്തെ ആ പിള്ളേരെ അവിടെ കാണും. അവരും എന്തൊക്കെയാ പറയുന്നത് അച്ഛൻ കേൾക്കും. പക്ഷെ രക്ഷപ്പെട്ടൊന്ന് കരുതിയിരിക്കെ മിസ്സിനെ കാണും. മിസ് സസ്പെൻഷന്റെ കാര്യം അച്ഛനോട് പറയും. ഇനി അച്ഛന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗ്രഗ്. ഇതൊക്കെ തന്നെ നമ്മുടെ വാറനും കാണുന്നുണ്ടായിരുന്നു. ആ പോകുന്ന വഴിയിലുണ്ടായ കാര്യങ്ങളൊക്കെ ഗ്രഗ് തുറന്നു പറഞ്ഞു. അപ്പൊ നീ എന്നെ ചതിച്ച് നുണ പറഞ്ഞിട്ടല്ലേ ആ ബാഡ്ജൊക്കെ സ്വന്താക്കിയത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ എലൈറ്റ് ബാഡ്ജ് സ്വന്താക്കാനുള്ള ഒരർഹതയില്ല. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്ക് ആ സ്റ്റിക്കറുകളും കാണും. ദേഷ്യം വന്ന അച്ഛൻ വേഗം പോയിട്ട് ലാപ്പ് എടുത്ത് അവനെ സ്പാഗ് യൂണിയനില്
ചേർക്കാനുള്ള രജിസ്ട്രേഷൻ ഫോം അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യും. ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യം, അത്രയും നാൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ബോണ്ട് അവിടെ വെച്ച് ബ്രേക്ക് ആകുമായിരുന്നു. ഒരാഴ്ചക്ക് ശേഷം അമ്മ ഇവർക്ക് എവിടെയോ പോവാൻ വേണ്ടിയിട്ട് ബാഗ് എല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. സ്പാഗ് യൂണിയനിൽ കൊണ്ടുവിടാനാണ് അച്ഛൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ വീക്കെൻഡില് ആ ഒരു ക്യാമ്പിന്റെ അവസാനത്തെ ഒരു ടാസ്ക് ഉണ്ട്, അതോടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ആ മുന്തിത്തള്ളി ഇവർ അങ്ങോട്ടേക്ക് വിടും. കാരണം സ്പാഗ് യൂണിയനിൽ നെക്സ്റ്റ് വീക്ക് പോയാലും മതി. അങ്ങനെ ഇഷ്ടമില്ലാതെ ഇവർ രണ്ടുപേരും പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് നേരെ ആ ലാസ്റ്റ് ക്യാമ്പ്, അതായത് ക്യാമ്പിൽ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വുഡില് സോളോ ആയിട്ട് പോയി ക്യാമ്പ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ടാസ്ക് ഉണ്ട്. ഐസ് പൈനിലായിരുന്നു ആ ഒരു ടാസ്ക് നടക്കുന്നത്. അങ്ങനെ അവിടേക്ക് ഇവരെല്ലാവരും എത്തും. നമ്മുടെ വാരൻ ഫാമിലിയും എത്തിയിട്ടുണ്ടായിരിക്കും. അവിടെ നോക്കുമ്പോൾ വന്നിട്ടുള്ള എല്ലാവരുടെയും പാരന്റ്സും കുട്ടികളും തമ്മിൽ നല്ല ബോണ്ടാണ്, ഭയങ്കര ഒത്തൊരുമയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ രണ്ടഭിപ്രായമാണ് എപ്പോഴും. അത് തന്നെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നവും. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോകുമ്പോൾ ഇവര് മാത്രം ആകെ മൊത്തം പ്രശ്നമായിട്ടാണ് പോകുന്നത്. ആ പ്രശ്നത്തിന്റെ ഇടയിൽ അച്ഛനാണെങ്കിൽ ഇപ്പോൾ വഞ്ചി മുങ്ങി വെള്ളത്തിലും വീഴുന്നുണ്ട്. അവരുടെ ഫുൾ പാക്കേജുകൾ നനയുകയും ചെയ്യുന്നുണ്ട്. ചെന്നപാടെ എല്ലാ കുട്ടികളും നേരെ ടെന്റൊക്കെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഗ്രഗിനാവട്ടെ ടെന്റ് ഉണ്ടാക്കുന്നത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. നിനക്ക് ഈ ടെന്റ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിന്റെ ഈ ഒരു ടെന്റ് ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്ത് ഞാൻ സൈൻ ചെയ്യണം, എങ്കിൽ നിനക്കൊരു ബാഡ്ജ് കിട്ടാനുണ്ട്. അതെന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാനിപ്പോ ടെന്റ് സെറ്റ് ആക്കുമെന്ന് ഗ്രഗ് പറയുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ച് പണി പാളി അച്ഛന്റെ തൊപ്പിയും കോട്ടും വരെ അവൻ കത്തിക്കാനിട്ടു. അവന്റെ അടുത്തുള്ള സകല പ്രതീക്ഷ അച്ഛന് പോയി. അവന് തിരിച്ചു അച്ഛനെ എങ്ങനെയെങ്കിലും സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടി, അച്ഛന്റെ എക്സ്പെക്ടേഷൻ കളയാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അന്നാ നുണ പറഞ്ഞതും അച്ഛനോടുള്ള ബോണ്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ എന്നൊക്കെ അവൻ തുറന്നു പറയും. അത് കേൾക്കുമ്പോ അച്ഛന് സങ്കടം വരും. അപ്പൊ മോനും ആഗ്രഹമുണ്ട് അച്ഛന്റെ കൂടെ ഫ്രണ്ട്ലി ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള ഈ മാസ്റ്ററുടെ ഫുഡ് അച്ഛന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് പുള്ളി കേക്ക് മാത്രം വാങ്ങിയാണ് പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് മാസ്റ്റർ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ പറയും. നിന്നെ പോലെ തന്നെ ആയിരുന്നു, എവിടൊക്കെ വള്ളിയുണ്ടോ അതേടി വെച്ച് പോയി പിടിക്കും. അങ്ങനെ ഒരു തരക്കാരനായിരുന്നു അച്ഛൻ. അച്ഛനും മോൻ ഇപ്പൊ സെയിം. ഇത് കേൾക്കുമ്പോ അച്ഛൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവനെ പോലെ ആയിരുന്നു ഞാൻ. പിന്നീട് എല്ലാവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ അവർ പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം എവിടെയോ പോയി തിരിച്ചു വരണം, എന്നിട്ട് അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടി ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇവർ ഓരോരുത്തരും പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒത്തൊരുമയില്ലാണ്ട് നമ്മൾ എങ്ങനെ പോകും എന്ന ആലോചനയിലാണ് ഈ അച്ഛനും മകനും. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇനിയും ഇവിടെ നിന്നല്ലേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ലല്ലോ, പേടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന മട്ടിൽ അവരങ്ങോട്ട് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ന് എവിടെയോ പോകണം, ആ പോയ അവിടെ ക്യാമ്പ് ചെയ്യണം, അവിടെ എന്തോ പ്രേതശല്യം ഉണ്ട്, അങ്ങനത്തെ എന്തൊക്കെയോ സെറ്റപ്പ്. അങ്ങനെ അവർ പോകാൻ തയ്യാറായി എടുക്കുമ്പോഴാണ് മിസ്റ്റർ വാറൻ നമ്മുടെ ഫ്രാങ്കിന്റെ അടുത്ത് സംസാരിക്കുന്നത്. നിങ്ങളെ പോലെ തന്നെ അല്ലേ നിങ്ങളുടെ മകനും? അതെന്തൊരു ഭാഗ്യമുള്ള കാര്യ. എന്റെ മോൻ കണ്ടില്ലേ, എന്നെ പോലെയല്ല, ഞങ്ങൾ രണ്ടും രണ്ട് വൈവാ. ഇവനെ പോലെ ഞാനിരിക്കുന്നതെന്ന് പുള്ളി പിന്നെയും വിചാരിക്കുകയാണ്. അതെ, നിങ്ങൾ രണ്ടുപേരും സെയിമാ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യം പറഞ്ഞാലും മനസ്സിലാവൂലോ. അപ്പോ അച്ഛൻ ഇങ്ങനെ തോന്നും, ശരിയാ, ഞാൻ അവനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ രണ്ടുപേരായില്ലേ പറയുന്നു അവനെ പോലെ തന്നെ ഞാനും എന്ന്. അങ്ങനെ ഒരു ക്യാമ്പിങ്, അതായത് ആ ഒരു ട്രക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ഒരിടത്ത് ക്യാമ്പ് ചെയ്യാനായിട്ട്. അവിടെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിയിൽ നമ്മുടെ ഫ്രാങ്ക് മോന്റെ അടുത്ത് നല്ലോണം സംസാരിക്കുന്നുണ്ട്, അതായത് ഗ്രഗിന്റെ അടുത്ത്. അച്ഛൻ നല്ലോണം സംസാരിക്കുന്നത് അവനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പോകുന്ന വഴിയിൽ അവനൊരു അടയാളത്തിന് വേണ്ടി അവിടെ ഒരു ഫേസ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കുറെ സംസാരിച്ച് ഇവർ മുന്നോട്ട് പോവാണ്. നമ്മൾ ഏത് പ്രശ്നത്തിലും എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അതിന്ന് ഒരിക്കലും തിരിച്ചോടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോ ഇവരാവട്ടെ ആ സ്മൈലി ഫേസ് കാണുകയാണ്. ഇത്രയും നേരം നടന്നത് ഒരു സർക്കിളിലായിരുന്നു എന്ന് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അത് മാത്രമല്ല, വഴി അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ലൂപ്പ് പെട്ടുപോയത്. ഇനി എങ്ങനെ നമ്മൾ പുറത്തു കിടക്കും? ഇവിടെ ആണെങ്കിൽ ഇവർ ക്യാമ്പ് ചെയ്യുന്ന ആ സ്ഥലത്തിനൊക്കെ ഒടുക്കത്തെ തണുപ്പാണ്. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഇവരെല്ലാവരും ക്യാമ്പിങ്ങിന് വന്ന എല്ലാവരും മാസ്റ്ററിനോട് പറയാണ്. അപ്പൊ നമ്മുടെ ഗ്രഗ് ചോദിക്കും, അല്ല ഇവിടെ കോമ്പസ് ഇല്ലേ? കോമ്പസ് ഒടിഞ്ഞു പോയടോ എന്ന് മാസ്റ്റർ പറയും. ഒടിഞ്ഞു പോയെങ്കിൽ നമുക്ക് പുതിയൊരു കോമ്പസ് ഉണ്ടാക്കാം. അങ്ങനെ അച്ഛനും മോനും ഉഷാറായിട്ട് കോമ്പസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങള് നീഡിലും അതുപോലെ ഒരു കാന്തവും പിന്നെ ഒരു ബോട്ടിലും എല്ലാം എടുത്ത്, അങ്ങനെ ഒരു ബോട്ടിലും നീഡിലും കാന്തവും എടുത്ത് അവർ സെൽഫ് ഒരു കോമ്പസ് അങ്ങോട്ട് സെറ്റ് ആക്കും. എല്ലാവർക്കും ആശ്വാസമാവും. എന്റെ ഐഡിയയെ അച്ഛൻ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നെന്ന് ഗ്രഗ് അച്ഛനോട് പറയുന്നുണ്ട്. ഇനി ഇവർക്ക് ക്യാമ്പിംഗ് സ്ഥലത്തെത്താനായിട്ട് ഒരു ബ്രിഡ്ജ് കടക്കണം. ഇവിടാണെങ്കിൽ ഒടുക്കത്തെ ഒഴുക്കും, ആ വുഡൻ ബ്ലോക്ക് അങ്ങോട്ട് ഒഴുകിപ്പോവും. ഇനി എങ്ങനെ അപ്പുറം കടക്കും? എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ് ഒരു ഐഡിയ ഇല്ലാതെ. അപ്പോഴാണ് ഗ്രഗിന് ഒരു ഐഡിയ വരുന്നത്. അന്ന് അവൻ കൊച്ചുങ്ങളെ കൊണ്ടുപോകാൻ കയറ് യൂസ് ചെയ്തല്ലോ, അതുപോലെ ഇവിടെ നിന്നൊരു കയറ് അപ്പുറത്തുള്ള മരത്തെ കെട്ടി അതിന്റെ ഇങ്ങേ വശം ഇപ്പറേ മരത്തെ കെട്ടിക്കഴിഞ്ഞാല്
അങ്ങോട്ട് നടന്നു പോവാലോ അത് പിടിച്ച് എന്ന് അവൻ പറയുമ്പോൾ അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അത് സെറ്റാക്കി കൊടുക്കുകയും ചെയ്യും. എന്റെ മോൻ പൊള്ളിയാ എന്ന് പറഞ്ഞു പുള്ളി തന്നെ ആദ്യം ആ കയറെ പിടിച്ച് പയ്യെ പയ്യെ സേഫായി അപ്പുറത്തെത്തും. എല്ലാവരും അങ്ങനെ കടക്കും. ഏറ്റവും ലാസ്റ്റ് മിസ്റ്റർ വോറൻ കടക്കുന്ന സമയത്ത് പുള്ളി അവിടെയുള്ള പാറയിൽ വഴിക്ക് ദേ കിടക്കുന്നു. ആദ്യം ഷോ ആയിട്ട് ഒരുപാട് ഡയലോഗൊക്കെ പറഞ്ഞു പോയ വോറൻ തൊട്ടപ്പുറേ വാട്ടർഫോൾ ആണെന്ന് അറിയുമ്പോൾ ആകെ മൊത്തം പേടിച്ച് എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തടേ എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു കല്ലിൽ അള്ളി പിടിച്ച് കിടക്കും. ഉടനെ തന്നെ ഗ്രഗ് അവിടെ എത്തും. ദേ ചേട്ടാ എന്റെ കൈ പിടിച്ചോ എന്ന് പറഞ്ഞ് അവൻ കൈ കൊടുക്കും. അവനെ പിടിക്കാൻ അവന്റെ അച്ഛൻ വരും. അതിന്റെ പിറകെ ഓരോരുത്തരായിട്ട് വന്നൊരു മനുഷ്യച്ചങ്ങല പോലെ അങ്ങനെ വോറനെ പിടിച്ച് ഇവർ പൊക്കത്തൊട്ട് കയറ്റിയിടും. എന്റെ പൊന്നെ, അതൊരു കിടില സീനായിരുന്നു കേട്ടോ. അങ്ങനെ അന്ന് അത്രയും ബ്രേവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തതിന്റെ പേരില് എല്ലാവരും നമ്മുടെ ഗ്രഗിനെയും അച്ഛനെയും അഭിനന്ദിക്കും. അതുകൂടാതെ ആ ദിവസത്തേക്കുള്ള ബാഡ്ജ്, അതായത് വൈൽഡർനെസ് ബാഡ്ജ് എന്നാണ് പേര്, അത് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഇനി ഒരുപാട് ബാഡ്ജ് കിട്ടണം, എലൈറ്റ് ബാഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കിട്ടില്ലല്ലോ അച്ഛാ എന്ന് അവൻ പറയുമ്പോഴാണ് മിസ്റ്റർ വോറൻ വന്ന് നിങ്ങളുടെ മോൻ സൂപ്പറാ, നിങ്ങൾ അവനെ ഇങ്ങനെ വളർത്തിയെടുത്തതിൽ നിങ്ങൾക്ക് പ്രൗഡാവാം എന്നെല്ലാം പറയും. അങ്ങനെ അച്ഛൻ പറയും ഏയ് ആ എലൈറ്റ് ബാഡ്ജ് കിട്ടിയില്ലെങ്കിലും നീ ഗുഡാടാ, നീ അടിപൊളിയാണ്. പക്ഷേ നമുക്കിന്ന് ഇവിടെ കിടക്കാൻ പറ്റുമോന്ന സംശയം, കാരണം നമുക്ക് നല്ലൊരു ടെന്റ് ഇല്ലല്ലോ എന്ന് അച്ഛൻ പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ അടുത്ത് ഭയങ്കര ഹോപ്പെല്ലാം ലോസ് ആയിരിക്കുന്ന ആ അച്ഛന് തന്റെ മകൻ അടിപൊളിയാണെന്ന് അറിഞ്ഞതിലുള്ള സന്തോഷവും മകനാണെങ്കിൽ അച്ഛന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താത്തതിലുള്ള സന്തോഷവും. ഇവരങ്ങനെ അവിടെ താമസിക്കാത്ത തൊട്ടപ്പുറത്തൊരു റൂം എല്ലാം പോയി എടുക്കും. ഇപ്പൊ എന്തായാലും നമ്മുടെ ഗ്രഗിന് നീ അച്ഛനെ പോലെയാണ് എന്ന് പറയുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. നിങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞു കേൾക്കാൻ ആ അച്ഛനും ഇഷ്ടമാണ്. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ വിംബി കിഡിന്റെ 2025 ഈ മൂവി അവസാനിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് പറയാം. വിംബി കിഡിന്റെ മൂവീസ് കൂട്ടുകാർക്ക് ഇഷ്ടമാണോ എന്നും കൂടി കമന്റ്സ് ആയിട്ട് പറയാം കേട്ടോ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിലൂടെ കാണാൻ ആഗ്രഹമുള്ള സിനിമകൾ കമന്റ്സ് ആയി പറയണം. സോ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.